drives me insane. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു വിഷ്വൽ കണ്ടോണേ. നമ്മൾ കമ്പ്യൂട്ടറിൽ നേപ്പാവാലി, അതായത് റോഡ് റാഷ് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നേപ്പാവാലിയിലൂടെ നമ്മൾ ബൈക്ക് റേസ് ചെയ്ത് പോകുന്ന ഒരു ഫീലിംഗാണ്. നമ്മൾ പക്ഷേ ക്യാമറയിൽ നിങ്ങൾക്ക് അത്ര അത് എഫക്റ്റ് ചെയ്യുമെന്നറിയില്ല. പക്ഷേ ഇതിലുള്ള റൈഡിങ് എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. അപ്പം നമ്മൾ ഇന്നത്തെ മൺസൂൺ എക്സ്പെഡീഷൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർഫോൾസുകൾ പരിചയപ്പെടുത്തുന്ന നമ്മൾ കഴിഞ്ഞ ചെളിക്കുഴി വാട്ടർഫോൾസിൽ പോയപ്പോൾ അവിടെ കാട് മൂടി മൊത്തം നാശമായി കിടക്കുകയായിരുന്നു. അത്യാവശ്യം വലിയ വെള്ളവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വേറൊരു വാട്ടർഫോൾസ് തേടിയാണ് പോകുന്നത്. അത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അതിമനോഹരമായ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കഴിഞ്ഞ വീഡിയോകളിൽ കാണാത്തവരൊക്കെ പോയി കാണുക. വളരെ മനോഹരമായിട്ടുള്ള വീഡിയോകളും കാഴ്ചകളുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നൽകി വരുന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, എൻ്റെ ഊഹം തെറ്റിട്ടില്ലെങ്കിൽ എവിടെ പോയ ഫീലിംഗ് വന്നു? എവിടെ പോയ ഫീല് കിട്ടിയപ്പോൾ പാനംകോടത്ത് ഇതൊന്നും അല്ല, ഇതിനേക്കാളും വൈൽഡ് അല്ല. അവിടെ ഇതിനേക്കാളും വൈൽഡായിരുന്നു. അവിടെ നല്ല ഇരുട്ടൊരു ഫീലും ലുക്കായിരുന്നു. ഇവിടുത്തെ കാണുന്നത് വലത്തോട്ട് തിരിയാൻ തന്നെയാണ് ഇത് പറയുന്നത്. ആണോ? അപ്പം ഞങ്ങളേ മൺപിലാവ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ പട്ടി കൊണ്ട് സൂക്ഷിക്കാനൊരു ബോർഡുണ്ട് ആ വഴി സൈഡിൽ. അവിടെ വണ്ടി വെച്ചിട്ട് നമുക്കിവിടെ ഇറങ്ങിയിട്ട് അവിടെ ആ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളം ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച്, വെള്ളം വേണം കാരണം കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് ചെറുകെ മല ഇറങ്ങുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വന്ന റോഡൊക്കെ കണ്ടല്ലോ. ഇതാണ് നല്ല, ഞങ്ങൾ ഒരുപാട് റോഡൊന്നും എടുത്തിട്ടില്ല. വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള വഴികളും കാഴ്ചകളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം പുതിയ ഒരു വീഡിയോയിലേക്ക്, അതായത് മൺസൂൺ എക്സ്പെഡീഷനായിട്ട് ബന്ധപ്പെട്ട് മൺസൂൺ വാട്ടർഫോൾസുകൾ പരിചയപ്പെടുത്തുന്നൊരു പരമ്പര നമ്മൾ കഴിഞ്ഞ സീസണിൽ തുടങ്ങി വെച്ചിരുന്നു. അതിൻ്റെ ബാക്കി എന്ന രീതിയിൽ ഈ വർഷം നമ്മൾ കഴിവതും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഇതിനിടയ്ക്ക് കുറേ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ അവിടെല്ലാം നല്ല വെള്ളം ഒരുപാടുണ്ട്, മഴയൊക്കെ വീണ്ടും ആയതുകൊണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പൊതുവെ മഴ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും രണ്ടാം സീസൺ എന്ന രീതിയിൽ മഴ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മൺപിലാവ് വെള്ളച്ചാട്ടം ഇതിന് കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പം വരണമെന്ന് വിചാരിച്ച് വരാൻ സാധിക്കാതെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ രാഷ്ട്രം കൂടെ തന്നെയാണ് വരുന്നത്. നമ്മൾ ചിറ്റാറ് ടച്ച് ചെയ്തില്ല, നമ്മൾ മണക്കയം വഴി ആണ് വരുന്നത്. വടശ്ശേരിക്കര വന്നിട്ട് നേരെ
ലാഹ വന്നിട്ട് ലാഹയും തിരിഞ്ഞ് ഉണക്കയും വന്നിട്ടാണ് നമ്മൾ ഈ വഴിക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ്. ഒരുപാട് യാത്രക്കാരൊന്നും ഇപ്പോൾ ഇല്ല, കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ല വെള്ളമാണ്. ഇപ്പോൾ കുറച്ച് പേര് വന്ന് പോയിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ രാകേഷും കൂടെ ആണ് ഇന്ന് വരാൻ, രാകേഷാണ് മുന്നേ നിൽക്കുന്നത്. പക്ഷേ വെള്ളം കുടിച്ചോ? ഇത് ഹെയർ പിൻ വളമല്ലേ? ഇത് നല്ലൊരു ഓഫ് റോഡ് ട്രാക്കാണ് ഇത് സത്യത്തിൽ അല്ലേ? നമുക്കൊരു 3-4 ഹെയർ പിൻ വളമൊക്കെ ഉണ്ട്. വളമൊക്കെ ഒന്ന് തിരിഞ്ഞ് ഇറങ്ങി വെള്ളോട്ട് പോകുമ്പോൾ ഫുള്ള് അത്യാവശ്യം കാടാണിത്. ഈ കാടെന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയായിട്ടുള്ള കാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കാഴ്ചകളും ഒക്കെ കണ്ട്, ഇതിനക്കരെ എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ്. അങ്ങനെയുണ്ട് കേട്ടോ, അക്കരെ കൊടുങ്കാടാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു മാനിനെ കണ്ടായിരുന്നല്ലേ? പക്ഷേ ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇച്ചിരി ഉള്ളിലായിട്ടാണ് കണ്ടത്. അപ്പം വനമാണിത്, വനം തന്നെയാണ്. ഇതിൻ്റെ സമീപപ്രദേശം എല്ലാം വനം തന്നെയാണ്. ചിറ്റാറിലെ എല്ലാ മൃഗങ്ങളും ഉള്ള ആനയും പുലിയും കടുവയും ഒക്കെ ഉള്ള വനം തന്നെയാണിത്. അതുകൊണ്ട് അവർ വരുന്നു, അതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ കയറി വരുന്നുണ്ട്. നിങ്ങളുടെ കുളിസീൻ എടുക്കാനേ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. നിങ്ങൾ കുളിക്കുന്ന എടുക്കാം. ഓട്ടോ സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. ആള് കുറവുണ്ടോ? ആളുണ്ടോ? ഓക്കെ. ഒന്നാമത് വീഴ്ചയുടെ അസ്കത ഉള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ചെളിക്കുഴി പോയി വീണതല്ലേ? ചെളിക്കുഴി പോയിട്ട് സൂപ്പർ വീഴ്ച വീണിട്ടുണ്ട്. ചെളിക്കുഴിയിൽ ആ വീഴ്ചയുടെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. കാട് മൂടി കിടക്കുന്ന ചെളിക്കുഴി, ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് അവിടെ അറമാൽച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ചെളിക്കുഴി വാട്ടർഫോൾസ്. ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങൾ ചെന്നപ്പോൾ അടഞ്ഞു കിടക്കുന്ന പോലെ, ഒരു മനുഷ്യന് ചെല്ലാൻ കഴിയാത്ത രീതിയിൽ അടഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷേ വെള്ളച്ചാട്ടം മനോഹരമായ രീതിയിൽ ഷവർ ബാത്തിങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായ മനോഹരമായ വെള്ളച്ചാട്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, അത് അടഞ്ഞു പോയൊരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഹൂങ്കാര ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അഭിമാനപൂർവ്വം ഒരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ നമ്മൾ ഇത്രയും നാളും കണ്ട വെള്ളച്ചാട്ടത്തിനെ കഴിഞ്ഞൊക്കെ എക്സലൻ്റ് ആയതും അടിപൊളിയായൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഈ മറങ്ങിയിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലേ? ഇത്രയും വലിയ, ഞങ്ങളിവിടെ വെച്ചാൽ ചെറിയ ഒരു ഇത് കണ്ടതേ ഉള്ളൂ, പക്ഷേ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഇവിടെ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റെ സെൽഫിയിൽ തന്നെ ഇതായിട്ട് ഇത് പക്ഷേ ക്യാമറയിലായതുകൊണ്ട് ഒരു പക്ഷേ ക്യാമറ എല്ലാം ഒതുക്കിയെടുക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു വലിപ്പം പിടികിട്ടത്തില്ലായിരിക്കാം. നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം, നിറഞ്ഞൊഴുകുന്ന ഇത്രയും വെള്ളത്തോടു കൂടി ഈ വെള്ളച്ചാട്ടം കാണുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ മഴ പെയ്താൽ കുറച്ചുകൂടെ വെള്ളം വരും. അതൊരു വല്ലാത്ത അനുഭൂതിയായിരിക്കും, വല്ലാത്ത കാഴ്ചയായിരിക്കും. ഇതാ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ കാഴ്ച കാണുകയാണ് പോയിട്ട്. വായോ നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് കുളിര് കോരുന്നല്ലേ? ഇത് എന്തോ സംഭവമില്ലേ? അപ്പോൾ അവരത്രയും പേര് ഇവിടുന്ന് പോയ ഒരു സ്ഥലം, എന്തോ വെള്ളച്ചാട്ടമായത് വന്നിട്ട് ആ പൊന്നെ എത്ര ഉയരത്തിൽ നിന്ന് വരുന്ന സംഭവം ഇത്. അടിപൊളി കേട്ടോ. പനംകുടത്തെ 4-5 തട്ടായിട്ടൊക്കെ വരും. പനംകുടത്തെ ഇത് തന്നെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷേ ഇത്രയും നാൾ നമ്മൾ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെള്ളച്ചാട്ടമായി മാറുമായിരുന്നു കേട്ടോ. അരുവിക്കുഴിയൊന്നും ഒന്നുമില്ല. എൻ്റെ പൊന്നെ, ഒരുപക്ഷെ ഇത്രയും ആകർഷിച്ച ഒരു വെള്ളച്ചാട്ടം സമീപഭാവിയിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അമ്മാതിരി സൗന്ദര്യം, അമ്മാതിരി ഭംഗി. എൻ്റെ പൊന്നെ, സംഭവമാവട്ടോ സുന്ദരമാണ്, സുന്ദരം, മനോഹരം, ഒറ്റ വാക്കി പറഞ്ഞു. അജ്ജാതി ഫാൾസ്, അജ്ജാതി ഫാൾസ്.
ഫ്രണ്ട്സ്, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഇതൊരു മനോഹര കാഴ്ചയാണ് കേട്ടോ. ഇത് നമ്മൾ വന്ന് കാണാതെ പറയാൻ പറ്റത്തില്ല. ഇതെന്തോ ഇതിൻ്റെ സൗണ്ട് കേട്ടോ നമുക്ക്. ഇത്രയും ചിന്തിച്ചില്ല. ഇത്രയും മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം നമ്മൾ ചിന്തിച്ചില്ല. ഒരുപക്ഷെ ഇത്രയും മഴ പെയ്ത് വന്നുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഫീല് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. ചിറ്റാർ എന്ന പ്രദേശത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച സൗന്ദര്യം എന്ന് പറയാം സത്യത്തെ. ഇച്ചിരി ഹൈഡായിട്ട് ഇച്ചിരി അടിയിലായിട്ട് നമ്മൾ റോഡിൽ നിന്നൊക്കെ ഒരുപാട് താഴേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് കിട്ടുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ്. മേളിൽ വനത്തിൽ നിന്ന് കുതിച്ചൊഴുകി വരുന്ന വെള്ളം. ഒരുപക്ഷെ ഞങ്ങൾ കണ്ടതിലേക്ക് ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിലും നല്ല വെള്ളച്ചാട്ടമൊക്കെ ഇനി ജോഗ് ഫാൾസൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം നമ്മൾ കണ്ട വെള്ളച്ചാട്ടം എന്ന് തന്നെ വിചാരിക്കാം. ഇത് ഈ തടാകം നോക്കുക. ഈ തടാകത്തിൽ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുളിക്കുന്ന ഒരുപാട് പോയവരെല്ലാം കുളിച്ചിട്ടാണ് പോയത്. കുളിക്കുകയൊക്കെ ചെയ്യാം. ഇത്ര വലിയ ആഴമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ഓളം വെട്ടുന്നുണ്ടോ? ആ ഓളം വെട്ടി അത്രയ്ക്കും വെള്ളത്തിൻ്റെ ആ ഒരു വരവുള്ളത് കൊണ്ടാണ് ഇത് ഓളം വെട്ടി നിൽക്കുന്നത്. നിങ്ങളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചാൽ അവിടെ വല്ലതും ഉണ്ടോ? അവിടെ കുഴിയുണ്ടോ? ഇതിലെല്ലാം വെള്ളം കുത്തി ഒഴുകുന്ന സ്ഥലം. അതാണ്ട് ഇതുണ്ടോ? വെള്ളം ഒഴുകുന്നുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിൽ അപകടമുണ്ട്. വെള്ളച്ചാട്ടം വരുമ്പോൾ അപകടമുണ്ട്. The right brain drives me insane. Don't lie to me. Don't fry your brain. More carrots. Don't tear it. More carrots. Where's Garrett? Vegetables. Here comes from the west side. Left side. The right brain drives me insane. Don't lie to me. Don't fry your brain. കാര്യം പറയാം. ഞങ്ങൾ വന്നതിനെ കഴിഞ്ഞും വെള്ളം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാം. ഞങ്ങൾ വന്നത് എത്ര ഇല്ലായിരുന്നു, ഇപ്പോൾ കണ്ട് ഇരട്ടി വെള്ളമായിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക. കുളിക്കാനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇറങ്ങിക്കോ, കുളിക്കാൻ പോകുന്നു. More carrots. Don't tear it. Where's Garrett? ഏതാ? തോർത്തുണ്ടല്ലോ, ചാട്. പക്ഷേ തോർത്ത് കടവായിട്ട് മേടിച്ച് ചാടുന്നോ? The right brain drives me insane. Don't lie to me. Don't fry your brain. ഞാനും എടുക്കാം.
west side, the left side, the right brain drives me insane. Don't lie, don't lie, don't lie. ഇറങ്ങി അവിടെ അങ്ങനെ ചതുരം കളിക്കാം, റൗണ്ട് കളിക്കാം. ആ തിരിഞ്ഞല്ലേ Don't fry, don't fry, don't fry. You're right. അപ്പോൾ ഈ എന്താണ് പറയുക, ഈ മനോഹരമായ ചിറ്റാറിലുള്ള മൺപിലാവ് എന്ന പ്രദേശത്ത് നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടം ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ലേഡീസൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര കമ്പനിയായിരുന്നു. അവർ തകർക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ചെറിയ പോവുകയാണ്. അപ്പം ഞങ്ങൾ വന്നതിനെ കഴിഞ്ഞും വെള്ളം കൂടുന്ന അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വീണ്ടും നിൽക്കുന്നതിനനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമല്ലേ, വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഈ കയറ്റമൊക്കെ കയറി നേരെ ചെന്ന് വണ്ടിയെടുത്ത് പോകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഇവിടെ മുമ്പ് വന്നിട്ടുള്ളൊരു വീഡിയോ കാണുക, തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അപ്പം കൂടെ ഉണ്ടാവണം. ബായ്. നമുക്ക് മേളിൽ കയറി തീരുന്നിടം വരെ വീഡിയോ കാണുമേ. ഓക്കെ അല്ലേ? പക്ഷെ വേറെ മഴ തുടങ്ങിയ സമയത്ത് പോകാമായിരുന്നെങ്കിൽ പറ്റിയേനെ. നമ്മളവിടെ ഇറങ്ങാൻ പോകണ്ട, കാണാൻ പോവാം. 4, 6, 7 തട്ടായിട്ട് വരുന്ന വെള്ളമല്ലേ, അത് ഒറ്റ വ്യൂ. വെള്ളച്ചാട്ടമാണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും അത് നമ്മളിങ്ങനെ കുറേ നേരം കേട്ടോണ്ടിരുന്നാൽ നമുക്ക് വേറെ ഒന്നും കേൾക്കത്തില്ല. ചെവിയൊക്കെ സ്വതന്ത്രമായ പോലെ തോന്നുന്നു. കൊടും കാടാ, ഫെൻസിങ്ങൊക്കെ ഇട്ട് തിരിച്ചിരിക്കുകയാണ്. വന്യമൃഗങ്ങളൊക്കെ ചാടി വന്ന് നമ്മളെ കടിച്ച് പിടിക്കാതിരിക്കാൻ. നമ്മൾ കൊടും കാട്ടിനകത്താണ് ഈ സന്ധ്യ സമയത്ത് നിൽക്കുന്നത്. 1 വണ്ടി ഇപ്പോൾ പോയി. ജനവാസ മേഖലയാണ്, ജനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വഴിയാണെന്ന് കൂട്ടിക്കോ.